കെ ഗോപൻ, KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അത് വലിയൊരു പ്രഖ്യാപനമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നമ്മുടെ ഗ്രാമീണ മേഖലയൊക്കെ എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബത്തിന്റെ ചെലവ് അത് ഗതാഗതത്തിനാണ്, അവരുടെ വരുമാനത്തിൽ നിന്ന് പോകുന്നത്. അത് ആ കുടുംബത്തിലെ സ്ത്രീക്ക് ഏറ്റവും വരുമാനം ഒരുപക്ഷെ കുറഞ്ഞ സ്ത്രീക്ക് അത് സൗജന്യമാവുകയാണ്. അതൊരു വലിയ പ്രഖ്യാപനം തന്നെയാണ്. അതിനുള്ള പണം, വിഭവ സമാഹരണം, ധനസമാഹരണം അവർ ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ CPM എങ്ങനെയാണ് ആ പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്? ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് മാത്രമേ ഉള്ളൂ. ശ്രീമതി ആര്യ, ഇത് മഹത്തായ പ്രഖ്യാപനമാണ്. അതിൻ്റെ കാര്യം അവർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ഇത് KPCCയുടെ കുടുംബകാര്യമാണോ? കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമല്ലേ? കോൺഗ്രസ് 3 സംസ്ഥാനം ഭരിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതിലവർ പ്രഖ്യാപിച്ച ഒരു സ്ഥലമാണ് കർണാടക. നേരത്തെ മാഡം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർണാടകത്തിൽ KSRTC സൗജന്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നേ? കർണാടകത്തിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനം പൊളിഞ്ഞ് പാളീസായി എന്ന് മാത്രമല്ല, അവർ പലതരത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി. അങ്ങനെ പുരുഷന്മാർക്ക് ചാർജ് വളരെ വലിയ തോതിൽ കൂട്ടി. എന്നിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. വർഷം 14,000 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കർണാടക RTCക്ക് കൊടുക്കണം. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ കേരളത്തിലാണെങ്കിൽ ഒരു 70% യാത്രക്കാർ, 60 മുതൽ 70% വരെ യാത്രക്കാർ സ്ത്രീകളാണ്. കർണാടകത്തിൽ അത്രയും വരില്ല. കേരളത്തിൻ്റെത് കൂട്ടി ലിബറലായ ഒരു സ്റ്റേറ്റ് അല്ലാത്തതുകൊണ്ട് അവിടെ ഒരു 50-55% നമുക്ക് കൂട്ടാം സ്ത്രീ യാത്ര, അല്ലെ 50% കൂട്ടാം. ആ 50% ആയപ്പോഴാണ് 11,000 കോടി വന്നത്. ഇപ്പോൾ അത് BPL APL വെച്ചിട്ട് കുറയ്ക്കാൻ പോകുന്നു എന്നല്ല മാഡം, അത് കുറച്ച് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞതിൻ്റെ അസ്വസ്ഥതകൾ കർണാടകത്തിൽ നിൽക്കുക. അതായത് അവരുടെ കയ്യിലുള്ള ഒരു സ്റ്റേറ്റ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച് പൊളിഞ്ഞ് പാളീസായ ഒരു കാര്യം ഇവിടെ പുത്തരിക്കണ്ടം മൈതാനത്ത് വന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ആ വാഗ്ദാനം പൊളിഞ്ഞതിന്റെ കഥ ഇന്നല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കർണാടകത്തിൽ. ഇനി അവര് ലാഭത്തിലല്ലോ, KSRTC ലാഭത്തിലല്ലോ, പിന്നെ സ്ത്രീകൾക്ക് സൗജന്യത്തിൽ കൊടുത്താൽ എന്താണ് കുഴപ്പം? എന്തായാലും ലാഭത്തിലല്ല, അതിനുള്ള പണം അവർ പമ്പ് ചെയ്തോളും എന്നുള്ളതാണ്. സർക്കാരല്ല, അവരുടെ സർക്കാരാണെങ്കിൽ അവർ അതിനുള്ള പണം കണ്ടെത്തിക്കോളും. അത് അല്ല, KSRTC ഇപ്പൊ നഷ്ടത്തിലാണ്, അതുകൊണ്ട് കൂടുതൽ നഷ്ടത്തിലേക്ക് പോട്ടെ, അങ്ങനെയാണ് ഒരു സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. KSRTC എത്ര വർഷത്തെ പ്രവർത്തന ഫലമായിട്ടുള്ള നഷ്ടമാണ്. നേരത്തെ ശ്രീമതി ആര്യ ചൂണ്ടിക്കാണിച്ചതുപോലെ ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അന്നത്തെ മന്ത്രിയാണ്. അദ്ദേഹം കോൺഗ്രസ് പല പദ്ധതികൾ തലയിൽ കൈവച്ച് ഒഴിഞ്ഞതുപോലെ അന്ന് പറയുകയാണ്, ഒരിക്കലും ഇത് നന്നാക്കാൻ പറ്റത്തില്ല, ഡൽഹിയിലൊക്കെ പോയിട്ട് വരാമെന്നുള്ളൂ. ഡൽഹിയിൽ അന്ന് ആരാ? നരേന്ദ്രമോദി അല്ല, കോൺഗ്രസ്സാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡൽഹി പോയിട്ട് വലിയ കാര്യമില്ല എന്ന് പറയും. കേരളത്തെ അന്നും കോൺഗ്രസ് വളരെ തോതിൽ അവമതിച്ചിരിക്കുകയാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴും കോൺഗ്രസ് കേരളത്തെ അവഗണിച്ചിട്ടേ ഉള്ളൂ. 6 മന്ത്രിമാർ വിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 19 MP-മാരുണ്ട്. അവഗണനയുടെ ഏറ്റവും വലിയ മാതൃക BJPക്ക് കാണിച്ചു കൊടുത്തത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ KSRTC നഷ്ടത്തിൽ. KSRTC ഇപ്പോൾ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്ന പരുവത്തിലെത്തി. എത്രമാത്രം കഠിനമായി അധ്വാനിച്ചിട്ടാ. ആര്യാടൻ മുഹമ്മദ് 100 കോടി നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു മനോഹരമായ പ്രഖ്യാപനമുണ്ട്. ശ്രീമതി ആര്യ ഓർക്കുന്നുണ്ടോ? സർക്കാർ ആശുപത്രിയിൽ ജനിച്ച്, സർക്കാർ സ്കൂളിൽ പഠിച്ച്, സർക്കാർ ജോലി വാങ്ങിച്ച്, സർക്കാർ പെൻഷനുമായിട്ട് ഇനി ആരും കേരളത്തിൽ ജീവിക്കണ്ട, ഇങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രിയുടെ പേരുകൂടിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അവിടെ നിന്നാണ് ഈ കേരളത്തെ വിമോചിപ്പിച്ചെടുത്തത്. ഇന്ന് കേരളത്തിൽ 27 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഞങ്ങൾ ലാഭത്തിലാക്കി. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയം എന്താ? അദ്ദേഹം പറഞ്ഞല്ലോ രാഷ്ട്രീയ പൊസിഷൻ. ആ പൊസിഷൻ ലാഭത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനവും നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനവും സർക്കാരിൻ്റെ ബാധ്യതയല്ല, അത് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെയാണ് ഇവിടെ ഉദാരവൽക്കരണം കൊണ്ടുവന്നത്. നരസിംഹറാവുവും മൻമോഹൻ സിംഗും കോൺഗ്രസ് നേതൃത്വം എല്ലാം കൊണ്ടുവന്ന അങ്ങനെയാണ് നമ്മുടെ LICയുടെ ഷെയർ കൊടുക്കാൻ തുടങ്ങിയത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ തുടങ്ങിയത്, നവരത്ന കമ്പനികളുടെ ഷെയർ കൊടുക്കാൻ തുടങ്ങിയത്, കൽക്കരി ഖനികൾ പ്രൈവറ്റൈസ് ചെയ്തത്. ഇതെല്ലാം കോൺഗ്രസ് ആവിഷ്കരിച്ചിട്ട് BJP ശക്തമാക്കിയ നയങ്ങളാണ്. ഇന്ന് BJP അതിൻ്റെ പേരിൽ പറയുന്നത് ഞങ്ങളുടെ ജോലി ബിസിനസ് നടത്തലല്ല, സർക്കാരിൻ്റെ ജോലി വ്യവസായ സ്ഥാപനങ്ങൾ നടത്തലല്ല എന്ന് അവർ പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ നയം സ്വീകരിച്ചിരിക്കുന്ന കോൺഗ്രസ് പൊതുമേഖല സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് ആളുകൾ പരിഹസിക്കുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഇവർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ കൂടി നോക്കണം.
ഞാൻ കഴിഞ്ഞ അതിലേക്ക് തെരഞ്ഞെടുപ്പിൽ നമുക്ക് പറഞ്ഞു. ഓരോന്നായിട്ട് ഉദാഹരണത്തിന് നോക്കാം. ഞാൻ ഓരോന്നായിട്ട് പെൻഷനിലേക്ക് ഞാൻ പെൻഷനിലേക്ക് വരാം. മനസ്സിലായി. KSRTC മാത്രം പറഞ്ഞാൽ അല്ല, KSRTC മാത്രമല്ല, നമുക്ക് ചർച്ചയുടെ മറ്റു ഘട്ടത്തിൽ അതിലേക്ക് വരാം. ഞാൻ താങ്കളിലേക്ക് വരാം, ശ്രീ പി കെ ഗോപൻ.